കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സഖാവ് അച്യുതാനന്ദനും കുത്യത്തോട് കോടന്തുരുത്തുമുറിയിൽ കൊച്ചുതറയിൽ ശ്രീമതി വസുമതി അമ്മയും തമ്മിലുള്ള വിവാഹം 1967 ജൂലൈ 18 ഞായറാഴ്ച പകൽ 3 മണിക്ക് ആലപ്പുഴ മുല്ലയ്ക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ തദവസരത്തിൽ താങ്കളുടെ മാന്യസാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് താൽപര്യപ്പെടുന്നു. CPM ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുടെ പേരിലായിരുന്നു ഈ ക്ഷണക്കത്ത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അന്നത്തെ വൈറൽ ക്ഷണക്കത്ത് എന്ന് പറയേണ്ടി വരും. 1967 ജൂലൈ 16 വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദന് ജീവിത പങ്കാളിയായി K വസുമതി എത്തുന്നത്. CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ആലപ്പുഴ മുല്ലയ്ക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് VS വസുമതിക്ക് വരണമാല്യം അണിയിച്ചത്. കതിർ മണ്ഡപമോ പുടവ നൽകലോ ഒന്നുമില്ലാതെ പരസ്പരം മാലയിടൽ മാത്രമായിരുന്നു ചടങ്ങ്. VSന് 43 വസുമതിക്ക് 29 പ്രായം. വിവാഹത്തിനോട് താല്പര്യമില്ലാതിരുന്ന VS രാഷ്ട്രീയ ഗുരുവായ R സുഗതന്റെ നിർബന്ധപ്രകാരമാണ് കല്യാണത്തിന് തയ്യാറായത്. കല്യാണ ചടങ്ങെല്ലാം കഴിഞ്ഞ് നേരെ പോയത് സഹോദരിയുടെ വീട്ടിലേക്ക്. കഞ്ഞിവെക്കാൻ ചട്ടിയും കലവും അരി അങ്ങനെ എല്ലാ സാധനങ്ങളും കണ്ടെത്തേണ്ടത് കല്യാണ പെണ്ണിന്റെ മാത്രം ജോലിയായി. കാരണം VS അമ്പലപ്പുഴ MLA ആയിരുന്നു. പിറ്റേന്ന് നേരം പുലർന്നതും പുതുമണവാളനായ VS മണവാട്ടിയെ സഹോദരിയുടെ വീട്ടിലാക്കി നിയമസഭാ സമ്മേളനത്തിനായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹെഡ് നഴ്സായി വിരമിക്കും വരെയും അതിനുശേഷവും VSന്റെ രാഷ്ട്രീയ കയറ്റിറക്കങ്ങളുടെ അണിയറയിലെ നിശബ്ദ സാക്ഷിയാണ് വസുമതി അമ്മ. രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ലാതെ സഖാവിനെ സ്നേഹിച്ചും പരിചരിച്ചും വസുമതി നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ 4.5 വയസ്സ് മുതൽ VSന്റെ കൂടെ കൂടിയതാണ്. ആലപ്പുഴ നോർത്ത് പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും 4 മക്കളിൽ 4ാമനായി 1923 ഒക്ടോബർ 20 ജനനം. VSന് 4.5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. പിന്നാലെ അച്ഛനും. പറവൂർ കളർക്കോട് പുന്നപ്ര സ്കൂളിൽ 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം. കുടുംബം പോറ്റാനായി സ്കൂൾ ഉപേക്ഷിച്ച് ജ്യേഷ്ഠന്റെ തുണിക്കടയിൽ സഹായിയായി കൂടി. കയർ ഫാക്ടറി തൊഴിലാളിയായി ജോലി ചെയ്യവേ P കൃഷ്ണപിള്ള കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ നിയോഗിച്ചു. അന്ന് തുടങ്ങിയതാണ് VSന്റെ പോരാട്ടങ്ങൾ. 1952 പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി, 1956 മുതൽ ജില്ലാ സെക്രട്ടറി, 1964 പാർട്ടി പിളർന്നതോടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം. 67 ജൂലൈ 18 ഒരാൾ കൂട്ടായി എത്തി. ചേർത്തല കുത്തിയതോട് സ്വദേശി വസുമതി അമ്മ. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് 1964 ഇറങ്ങി വന്ന 32 പേരിൽ ഒരാളാണ് VS. 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. 5 പ്രാവശ്യം ജയിച്ചു. 2 തവണ പ്രതിപക്ഷ നേതാവായി. ഇടതുമുന്നണി കൺവീനറായി മുന്നണിയെ നയിച്ചു. പാർട്ടിയും VSുമായുള്ള യോജിപ്പും വിയോജിപ്പുമെല്ലാം കേരളം ചർച്ച ചെയ്തു. അച്ചടക്കത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്ത് VS മുന്നേറിയപ്പോൾ നടപടികൾ കൂടെയുമെത്തി. താക്കീത്, ശാസന, പരസ്യശാസന, പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യൽ, സസ്പെൻഷൻ, പുറത്താക്കൽ എന്നിങ്ങനെ 6 തരം അച്ചടക്ക നടപടികളിൽ ആദ്യം ലംഘിച്ചത് തരം താഴ്ത്തലായിരുന്നു. VSനെ സെക്രട്ടേറിയറ്റിൽ നിന്നും നീക്കി. 1966 ഇന്ത്യ ചൈന സംഘർഷമുണ്ടായപ്പോൾ പൂജപ്പുര ജയിലിലായിരുന്ന അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ രാജ്യരക്ഷാ ഫണ്ടിന് സംഭാവന നൽകാനും ഇന്ത്യൻ സൈനികർക്ക് രക്തം ദാനം ചെയ്യാനും തീരുമാനിച്ചതാണ് നടപടിക്ക് ഇടയാക്കിയത്. പരിസ്ഥിതി നിലപാടുമായി ബന്ധപ്പെട്ടാണ് 88 താക്കീത് ലഭിച്ചത്. 98 പാലക്കാട് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഗ്രൂപ്പിസം, വെട്ടിനിരത്തൽ എന്നിവയുടെ പേരിൽ രഹസ്യമായി താക്കീത്. നടപടികൾ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരുന്നു VSന്. എന്നാൽ VS അതിനോടെല്ലാം വീറോടെ പൊരുതി. ADB കരാറിനെ ചൊല്ലി സഹമന്ത്രിമാരും CPM നേതാക്കളുമായ TM തോമസ് ഐസക്, പാലോളി മുഹമ്മദ് കുട്ടി എന്നിവരെ വിമർശിച്ചതിന് 2007 ജനുവരിയിൽ മുഖ്യമന്ത്രിയും PB അംഗവുമായ VS അച്യുതാനന്ദനെ പാർട്ടി പരസ്യമായി ശാസിച്ചു. വലിയ നടപടികളുടെ ദിവസങ്ങൾ അടുത്തു വരികയായിരുന്നു. മാധ്യമങ്ങളിലൂടെയുള്ള പരാമർശങ്ങളും പരസ്പര വിമർശനവും നടത്തി അച്ചടക്കം ലംഘിച്ചതിന് അച്യുതാനന്ദനെയും സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെയും PBയിൽ നിന്ന് 2007 സസ്പെൻഡ് ചെയ്തു. 2 വർഷത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി പിണറായി വിജയനുമായുള്ള ഏറ്റുമുട്ടലുകളും പരസ്യമായ പ്രസ്താവനകളും കണക്കാക്കി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കി. 2011 ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിലെ ക്രമക്കേടുകൾ വിവാദമായപ്പോൾ വിഷയത്തിൽ പാർട്ടിയോട് ആലോചിക്കാതെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VS പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്
പാർട്ടിക്കുള്ളിൽ ശാസനം ലഭിക്കാൻ ഇടയാക്കി. 2012 ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളുടെ പേരിലും കൂടംകുളം പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടും പരസ്യശാസന തേടിയെത്തി. പാർട്ടി വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് VS അച്യുതാനന്ദനെ 2013 ഒക്ടോബറിൽ CPM പോളിറ്റ് ബ്യൂറോ ശാസനയ്ക്കൊത്ത ഭാഷയിൽ പരസ്യമായി വിലക്കി. തുടർച്ചയായ അച്ചടക്ക ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച പോളിറ്റ് ബ്യൂറോ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി 2017 ജനുവരിയിൽ പരസ്യമായി താക്കീത് ചെയ്തു. ഒന്നിനും VSനെ മാറ്റാൻ കഴിഞ്ഞില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്വാശ്രയ പ്രശ്നത്തിലടക്കം VS എതിർശബ്ദമുയർത്തി. എതിരാളികളും ആ വാക്കിന്റെ ചൂടറിഞ്ഞു. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിനെ സോളാർ കേസ് ബാധിച്ചു കാണുമെന്ന പ്രസ്താവനയാണ് VSന്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാതെ VS ഇല്ല. സമര പോരാട്ടങ്ങളാണ് VSന് എന്നും ജീവിതം.